ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗോണിയുടെ വെറൈറ്റികളാണ് പരിചയപ്പെടുന്നത്. ബിഗോണിയിൽ തന്നെ വാക്സ് ബിഗോണിയ, റെക്സ് ബിഗോണിയ എന്ന 2 വെറൈറ്റികളുണ്ട്. ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വാക്സ് ബിഗോണിയാണ്. വാക്സ് ബിഗോണിയ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇലകൾ ഒരു വാക്സ് അപ്പിയറൻസ് ഉണ്ടാവും, നല്ല ഗ്ലേസിങ് ആയിരിക്കും ഇലകൾ. അതുപോലെ പൂക്കളും നിറയെ ഉണ്ടാവും. ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വെറൈറ്റി, ഇതിൻ്റെ ലീഫുകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഡാർക്ക് കളറിലുള്ള ലീഫുകളൊക്കെ ഉള്ള വെറൈറ്റിയാണിത്. ഇത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ചെറിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാണ് നമ്മൾ അരയിലയും അതും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തതാണ്. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നടാനുണ്ട്. കുറേ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഒരു ഏരിയയിൽ മൊത്തം ഈ ഭംഗിയോടെ ഇത് വളർത്താനൊക്കെ പെട്ടെന്ന് തൈകളാക്കി എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മറ്റൊരു വെറൈറ്റി, ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണിത്. വൈറ്റ് ഫ്ലവർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താനുള്ളതാണ്. അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ചെടി മുരടിക്കുകയാണ് ചെയ്യുക. കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യുമ്പോൾ വീണ്ടും പുതിയ തൈകൾ വന്ന് ഒന്നുകൂടി ഹെൽത്തി ആയി മാറും. ഇതിൽ തന്നെ വൈറ്റും റെഡും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നമ്മൾ വെച്ചതാണ്. ഇതിപ്പോൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഏരിയയിലല്ല നമ്മൾ വെച്ചിട്ടുള്ളത്. ഡയറക്റ്റ് മഴ കൊള്ളുന്ന സമയത്ത് ചെടികൾ നല്ല മഴയൊക്കെ കിട്ടുമ്പം ഒന്ന് ചെയ്യാനും ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനും മഞ്ഞ നിറക്കാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സൺഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. അപ്പം കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് ഈ ചെടികൾ വളർത്താം. ഇപ്പം മഴയാകുമ്പോൾ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. ചെടിയുടെ കെയറിങ് വളരെ ഈസിയാണ്. അതേപോലെ വളപ്രയോഗവും വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. ഇപ്പം നടുന്ന സമയത്തും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഴയത്തും പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴൊക്കെ ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടികൾ വളർന്നു കിട്ടും. ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഹോളുകളുള്ള പോട്ടുകൾ തിരഞ്ഞെടുക്കുക. അതേപോലെ വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ തണുപ്പുള്ള ഏരിയയിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. മഴയാകുന്ന സമയത്ത് ഡയറക്റ്റ് മഴ കൊള്ളിക്കാതിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൻ്റെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിന് കൊമ്പുകളുണ്ടാവും. അല്ലെങ്കിൽ ചുവട്ടുന്ന ചെറിയ തൈകൾ അടർത്തി മാറ്റി അങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെടി നോക്കാം. നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലുള്ള പൂക്കളൊക്കെ ഉള്ള ഇലകളും അതേ ഒരു അപ്പിയറൻസ് ആയി നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇത് നമ്മൾ തൈകളാക്കി എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം മഴയത്ത് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചധികം തൈകൾ ഇന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. 2-3 തൈകൾ നമ്മൾ മാറ്റി നടുമ്പോൾ നമുക്ക് ചെടി നശിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും. ചുവട്ടിൽ നോക്കിയാൽ അറിയാം, കുറേ തൈകൾ ചുവട്ടിൽ നിന്ന് പൊട്ടി മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ തൈകളാക്കി വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വാക്സ് ബിഗോണിയുടെ എല്ലാ തൈകളും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഏത് വെറൈറ്റി ആണെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ്. തണ്ട് മുറിച്ച് നടുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ ഇത്തരത്തിൽ തൈകൾ നമ്മൾ അടർത്തി മാറ്റി വെക്കുമ്പോഴാണ്, റീപോട്ടിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തൈകൾ കിട്ടുന്നതാണ്. കുറേശ്ശെ തൈകൾ ഇതേപോലെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെക്സ് ബിഗോണിയൊക്കെ നമ്മൾ ഇലകൾ വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കും. അതേപോലെ ഇതിൻ്റെ ഇലകൾ വെച്ചിട്ട് നമുക്ക് തൈകളാക്കി എടുക്കാവുന്നതാണ്. അതും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തൈകളൊക്കെ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം പോട്ടി മിക്സൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മൾ കളക്ട് ചെയ്ത തൈകൾ. ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ചെടി വയ്ക്കാൻ പോകുന്നത്. ഓവർ നനവുള്ള ചളി കലർന്നിട്ടുള്ള മണ്ണെടുക്കാതെ ഡ്രൈ ആയിട്ടുള്ള മണ്ണെടുക്കുക. ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പോട്ടി മിക്സ് നമ്മൾ ചെറിയ പോട്ടുകളിലാക്കി നിറച്ചിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് പോട്ടുകളിലാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. അതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ നിറച്ചിട്ടില്ല, ഏകദേശം 3/4 ഭാഗത്തോളം നിറച്ചു. ഇതിലേക്ക് ഓരോ തൈകളായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു ഹോള് വെച്ചതിന് ശേഷം അതിലേക്കാണ് ഓരോ തൈകൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. സാധാരണ എല്ലാ ചെടികളെ പോലെ തന്നെ ഈ ബിഗോണിയ ചെടികളും പിടിച്ച് കിട്ടാനും നടാനും ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയം. മഴക്കാലത്തും തണുപ്പ് കാലത്തുമൊക്കെ നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. ബിഗോണിയ ചെടികൾക്ക് ഓവർ വെയിലിൻ്റെ ആവശ്യമില്ലെങ്കിലും ചെറിയൊരു വെളിച്ചം എന്തായാലും അത്യാവശ്യമാണ്.
മരത്തിൻ്റെ ചുവട്ടുകളിലൊക്കെ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചെടികൾ വയ്ക്കുകയാണെങ്കിൽ അതിന് ലീഫിന് അത്ര കളറ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഈ ചെടികൾ വെച്ച് കൊടുക്കുക. നടുന്ന സമയത്ത് ഇതേപോലെ തണ്ടുകൾ പൂർണ്ണമായിട്ട് നമ്മൾ മണ്ണിനടിയിലേക്ക് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. വേരുകളുണ്ടെങ്കിൽ അതൊന്ന് മൂടുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നീട് പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ചോളും. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെറൈറ്റി നട്ടു കൊടുത്തതാണ്. നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ഒരു വെറൈറ്റിയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ബിഗോണിയുടെ ഏതെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കുറേ തൈകളാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് ഏത് കാലത്തും നമ്മുടെ ഗാർഡനിലുണ്ടാവും. അപ്പം ഓരോ ചെടികളും കേടാവുന്നതനുസരിച്ച് പുതിയ പുതിയ തൈകൾ വളർന്നു വരികയും ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു കെയറിങ് നമ്മൾ ഈ ബിഗോണിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, റെക്സ് ബിഗോണിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ തണ്ടുകൾ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ചെടികൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നിറയെ തണ്ടുകൾ വളർന്നിട്ടുണ്ടാവും. ചുവട്ടിലും ചെറിയ തൈകളുണ്ടാവും. അപ്പോൾ മുകളിൽ പൂക്കളില്ലാത്ത ഇതേ തണ്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനുള്ള കട്ടിങ്ങുകൾ കിട്ടുകയും ചെയ്യും. ചെടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും. കുറച്ച് വേണമെങ്കിൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ 3 പോട്ടുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലടക്കം ചെടി ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് മാറും. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചെടി ഒന്ന് റീപോർട്ട് ചെയ്യാം. ഈ ഒരു പോട്ട് നമ്മൾ റീപോർട്ട് ചെയ്യാണ്. ചെടിയുടെ റീപോർട്ടിങ് വളരെ ഈസിയാണ്. ഇതേപോലെ നമ്മളിപ്പം ഡയറക്റ്റ് മഴയത്തല്ല വെച്ചത്, അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മഴയിലൊക്കെ ആകുമ്പോഴാണ് നമ്മളെ ഈ മണ്ണ് വെള്ളം കെട്ടി ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് കുറേ ഒഴിവാക്കുക. എന്നിട്ട് ഇതേപടി തന്നെ ചെടി നിർത്തുകയാണ്. ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും മുഴുവനായിട്ട്. അതിൻ്റെ മൂട് ഭാഗം നമ്മൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ചെടി ഈ ഒരു രീതിയിലായിരിക്കും, കാണാനൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പുതിയ ലീഫുകളൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ ആയി മാറുമ്പോൾ പിന്നെ ഈ കട്ടിങ്ങുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നട്ട് പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും. കുറേ തൈകളുണ്ട്. പോട്ടിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോട്ടിങ്സ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെടി നട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പോട്ടുകളൊക്കെ മാറ്റി റീപോർട്ട് ചെയ്യുകയും കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ റീപോർട്ട് ചെയ്ത് ചട്ടിക്ക് നമ്മളൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബിഗോണിയുടെ ഈ വെറൈറ്റി. കാടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.